ബ്രിട്ടീഷ് ഭരണകാലത്ത് പിന്നോക്ക പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി അസാമാന്യ ധൈര്യത്തോടെ പോരാടിയ ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു കുത്മുൽ രംഗറാവു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് സാക്ഷാൽ മഹാത്മാഗാന്ധി പോലും പ്രചോദനം ഉൾക്കൊണ്ടിരുന്നു. രംഗറാവു സമത്വത്തെക്കുറിച്ച് സംസാരിക്കുക മാത്രമല്ല, തന്റെ ജീവിതത്തിൽ ഉടനീളം അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. കർണാടകയുടെ ഒരു ചെറിയ കോണിൽ നിന്ന് സാമൂഹിക പരിഷ്കരണത്തിന്റെയും വിപ്ലവത്തിന്റെയും ഒരു പുതിയ യുഗത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ആദിവാസി ബാലൻ സർക്കാർ ജോലി നേടി കാർ ഓടിച്ച് നമ്മുടെ ഗ്രാമത്തിലെ റോഡുകളിലൂടെ പോകുമ്പോൾ ആ കാർ തെറിപ്പിക്കുന്ന മണ്ണ് എൻ്റെ തലയിൽ വീഴുകയാണെങ്കിൽ അന്ന് മാത്രമേ എൻ്റെ ജീവിതം സഫലമായെന്ന് ഞാൻ കരുതുകയുള്ളൂ. പാവപ്പെട്ടവരുടെ വക്കീൽ എന്നറിയപ്പെട്ടിരുന്ന കുത്മുൽ രംഗറാവു ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ജനജാതി വിഭാഗങ്ങളുടെ അന്തസ്സിനും അവകാശങ്ങൾക്കും വേണ്ടി പോരാടിയ മുൻനിര പോരാളികളിൽ ഒരാളായി. ഒരു അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം പിന്നീട് വക്കീലായി മാറി. കോടതിയിൽ അദ്ദേഹത്തിന്റെ കക്ഷികൾ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ളവരായിരുന്നു. നിയമം എന്നത് കേവലം ഒരു തൊഴിലല്ല, മറിച്ച് മനുഷ്യത്വത്തെ സേവിക്കാനുള്ള മാർഗമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഒരിക്കൽ കോടതിയിലെ ജോലിക്ക് വേണ്ടി അദ്ദേഹം ജനജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവിനെ ശുപാർശ ചെയ്തു. ആ യുവാവിന് നിയമനം ലഭിച്ചതോടെ മറ്റുദ്യോഗസ്ഥർ അവനോടൊപ്പം ജോലി ചെയ്യാൻ വിസമ്മതിച്ചു. ഇത് കണ്ട ഒരു ഇംഗ്ലീഷ് ജഡ്ജി പറഞ്ഞു, ഒരാൾക്ക് ജോലി നൽകുന്നത് കൊണ്ട് സമൂഹം മാറില്ല. യഥാർത്ഥ മാറ്റം വരണമെങ്കിൽ സമൂഹം മുഴുവൻ വിദ്യാഭ്യാസം നേടണം. ഈ വാക്കുകൾ രംഗറാവുവിന്റെ ജീവിതത്തിലെ വഴികാട്ടിയായി മാറി. 1897 അദ്ദേഹം മംഗളൂരുവിൽ ഡിപ്രസ്ഡ് ക്ലാസസ് മിഷൻ സ്ഥാപിച്ചു. ഇതിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികൾക്കായി പഞ്ചം സ്കൂളുകൾ എന്നറിയപ്പെടുന്ന വിദ്യാലയങ്ങൾ അദ്ദേഹം തുടങ്ങി. സൗത്ത് കാനറയിൽ ഉടനീളം ഇത്തരത്തിലുള്ള 20ഓളം സ്കൂളുകൾ അദ്ദേഹം സ്ഥാപിച്ചു. ദാരിദ്ര്യമാണ് വിദ്യാഭ്യാസത്തിനുള്ള ഏറ്റവും വലിയ തടസ്സമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിനാൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ഏർപ്പെടുത്തുകയും സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ കുട്ടികളെ സ്കൂളിലയക്കാൻ രക്ഷിതാക്കൾക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു. രംഗറാവുവിന്റെ പ്രവർത്തനം വിദ്യാഭ്യാസത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ജനജാതി വിഭാഗങ്ങളെ സ്വയം പര്യാപ്തരാക്കുന്നതിനായി അദ്ദേഹം ഷെഡിഗുഡയിൽ ഒരു തൊഴിൽ പരിശീലന കേന്ദ്രം സ്ഥാപിക്കുകയും വിദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്കായി ഹോസ്റ്റലുകൾ നിർമ്മിക്കുകയും ചെയ്തു. സാമൂഹിക വിവേചനങ്ങളെ നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് തൻ്റെ വിധവയായ മകളുടെ പുനർവിവാഹം ഒരു മിശ്രവിവാഹമായി അദ്ദേഹം നടത്തി. യഥാർത്ഥ പരിഷ്കരണം വാക്കുകളിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് കാണിക്കേണ്ടതെന്ന് അദ്ദേഹം തെളിയിച്ചു. രംഗറാവു നേരിട്ട് കുട്ടികളെ കുളിപ്പിക്കുകയും അവർക്കൊപ്പം ഭക്ഷണം കഴിക്കുകയും അവരുടെ കുടിലുകളിൽ രാത്രി ചെലവഴിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരമദിനമായ 1928 ജനുവരി 30 അവസാന യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് ആ ജനജാതി വിഭാഗങ്ങളായിരുന്നു. ഇന്നും അന്ധകാരത്തെ ഭേദിച്ച് സമത്വത്തിന്റെ പാത കാണിച്ചു തന്ന സാമൂഹിക പരിഷ്കർത്താവായി കുത്മുൽ രംഗറാവു ഓർമ്മിക്കപ്പെടും.